സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷ്ണു കൃഷ്ണൻ, ജഗ്ദീപ് ധൻഖറിന്റെ വാക്കുകളിലൂടെ തന്നെ സദാനന്ദൻ മാസ്റ്റർ ആരാണെന്ന് ഇന്ന് രാജ്യം മുഴുവൻ അറിയുന്ന ഒരു സ്ഥിതിയുണ്ടായി. ധീരനായ ആ യോദ്ധാവിനെ രാജ്യം അറിയുകയാണ്. എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ? ഇന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചപ്പോൾ രാജ്യസഭയിൽ ഏറ്റവും ആദ്യത്തെ അജണ്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു. മീനാക്ഷി ജെയിന് തൊട്ടുപിറകെയാണ് കേരളത്തിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. മലയാളത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ അംഗമായി ചുമതലയേറ്റിട്ടുള്ളത്. തീർച്ചയായും നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ സി സദാനന്ദൻ മാസ്റ്ററെയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ക്ഷണിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള ജഗ്ദീപ് ധൻഖർ വാക്കുകൾ. അതിനുമപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജീവിതം കൊണ്ട് പോരാട്ടം നയിച്ചിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അത് വലിയ സന്ദേശം നൽകുന്നു, കേരളത്തിനാകെ അഭിമാനം നൽകുന്ന നിമിഷം. അതിനുമപ്പുറത്തേക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾക്കേറെ ഊർജവും അഭിമാനവും നൽകുന്ന നിമിഷത്തിലൂടെയാണ് 11 മണിക്ക് ശേഷം രാജ്യസഭ കടന്നുപോയിട്ടുള്ളത്. 1994 കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ഇരുകാലുകളും വെട്ടിയെറിഞ്ഞ സി സദാനന്ദൻ മാസ്റ്റർ ആ ഭീകരതയുടെ ഇരയായി മാറുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജീവിതം കൊണ്ട് പോരാട്ടം നയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. അതേ തുടർന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾക്ക് പുഞ്ചിരിയോടുകൂടി മറുപടി നൽകിയിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലേക്ക് എത്തിയത്. ഡൽഹിയിൽ വലിയ സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങിയിരുന്നു. ഇന്നും നാളെയുമായി മലയാളി സമൂഹത്തിന്റെ വലിയ സ്വീകരണ പരിപാടികളിൽ സി സദാനന്ദൻ മാസ്റ്റർ MP പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും 11 മണിക്ക് ശേഷം രാജ്യസഭയിൽ ആദ്യ അജണ്ട പുതിയ MP-മാരുടെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു. അതിലാണ് സി സദാനന്ദൻ മാസ്റ്റർ മലയാളത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് രാജ്യസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയുള്ള നാളുകളിൽ രാജ്യസഭയിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യം കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അല്ലെങ്കിൽ അവരെ എപ്പോഴും ചൊടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വലിയ മറുപടി നൽകുന്നതാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സി സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം മറ്റു 3 പേരും രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ള മറ്റു 3 പേരും ഹർഷവർദ്ധൻ ശൃംഖലയും മീനാക്ഷി ജെയിനും ഉൾപ്പെടെ മറ്റു 3 പേരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിട്ടുണ്ട്. നീലിമ. ജിഷ്ണു, ഒപ്പം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലേക്ക് വരികയാണെങ്കിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായത്. പഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തുടക്കം കുറിച്ചത്. ഒപ്പം തന്നെ ലോക്സഭാ സ്പീക്കർ പറഞ്ഞത് ഈ പാർലമെന്റ് നടപടികൾ ഇങ്ങനെ തടസ്സം കൂടാതെ മുന്നോട്ടു പോകാൻ പ്രതിപക്ഷം സഹകരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ലോക്സഭയിലെ കടുത്ത പ്രതിഷേധത്തിൽ തുടർന്ന് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ എങ്ങനെയാണ് ഇരു സഭകളും പുരോഗമിക്കുന്നത്? സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭയിൽ നേരത്തെ വ്യോമയാന മന്ത്രി രാംനായിഡു ഈ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് രാജ്യസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. ലോക്സഭാ നടപടികൾ പുരോഗമിക്കുന്നു. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ വർഷകാല സമ്മേളനം ആരംഭിച്ച ആദ്യ ദിനത്തിൽ തന്നെ ആ സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷാംഗങ്ങൾ ശ്രമിച്ചത്. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ച ആദ്യ മിനിറ്റുകൾക്കകം തന്നെ സ്പീക്കറുടെ ചെയറിനടുത്തേക്ക് എത്തി പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കുകയും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അതിരുവിട്ട പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സഭാ സമ്മേളന നടപടികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ ഉയർത്തി അത് ചർച്ച ചെയ്യാമെന്ന് ഭരണപക്ഷം അംഗീകരിക്കുമ്പോഴും എന്നാൽ ആ ചർച്ചയ്ക്ക് വഴിവെക്കാതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന ക്രിയാത്മകമായ ചർച്ചകൾ അല്ലെങ്കിൽ പ്രതിപക്ഷ
പ്രതിപക്ഷം തന്നെ ഉയർത്തുന്ന വിഷയങ്ങളിൽ ചർച്ചകൾക്കുള്ള അവസരം നൽകാതെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായാണ് ഇന്നിപ്പോൾ സഭാ നടപടികൾ ആരംഭിച്ച ആദ്യ മണിക്കൂറുകൾ തന്നെ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. ജിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ഈ സെഷനിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്താമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പക്ഷേ ഇതുകൊണ്ട് ഒരു തരത്തിലും തൃപ്തിയാകാതെ പ്രതിപക്ഷം വീണ്ടും ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. അതായത് മനഃപൂർവ്വം സഭാ നടപടികൾ കാരണമൊന്നുമില്ലെങ്കിൽ കൂടി സഭാ നടപടികൾ മനഃപൂർവ്വം ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് പ്രതിപക്ഷം ആ നിലപാടെടുക്കുകയല്ലേ ചെയ്തത്? തീർച്ചയായും ഗൗരവമുള്ള ചർച്ചകൾ നടക്കേണ്ട രാജ്യസഭയിൽ പോലും അത്തരം നടപടികളാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കാരണം നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതുപോലെ ആവശ്യത്തിനുള്ള സമയമെടുത്തുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ചയുണ്ടാകും എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടും അത് ഉൾക്കൊള്ളാതെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം രാജ്യസഭയിലും ചെയ്തിട്ടുള്ളത്. ലോക്സഭയിലും ചോദ്യോത്തരവേള അലങ്കോലപ്പെടുത്തിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെ നമ്മൾ കണ്ടു. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുക, അതിലൂടെ മാധ്യമ ശ്രദ്ധ നേടുക. അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ ഗൗരവമുള്ള ചർച്ച നടക്കാനോ ക്രിയാത്മകമായ ചർച്ചകളിൽ ഏർപ്പെടാനോ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ സഭാ നടപടികൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് പഹൽഗാമും ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയവും അഹമ്മദാബാദ് വിമാനാപകടവുമെല്ലാം. ഈ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുക, ചർച്ചകൾ നടക്കുന്നതിനപ്പുറത്തേക്ക് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധമുയർത്താനാണ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ പോലും പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്. ശരി, വിഷ്ണു കൃഷ്ണനാണ് പാർലമെന്റ് നടപടികൾ വിശദീകരിച്ചത്.